ജീവിത വിജയത്തിന് നമുക്ക് പലതരത്തിലുള്ള കഴിവുകൾ ആവശ്യമാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈകാരികമായിട്ടുള്ള നിയന്ത്രണം, ഇമോഷണൽ റെഗുലേഷൻ. അത് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ അവർക്ക് അന്തർലീനമായിട്ടുള്ള ശരിയായിട്ടുള്ള കഴിവുകൾ അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം മനുഷ്യർ സാമൂഹ്യ ജീവികളാണ് എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ജീവിതത്തിൽ അവൻ്റെ കഴിവും സമയവും മാത്രം ഉപയോഗിച്ച് ജീവിതത്തിൽ എല്ലാ മേഖലയിലും വിജയം നേടാൻ വേണ്ടി സാധിക്കില്ല. നാം വിജയം ആഗ്രഹിക്കുന്ന മേഖലകളിൽ നമ്മളുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുടെ സഹകരണം കൂടി നമുക്ക് ആവശ്യമാണ്. അത് ജോലിയിലായാലും ബിസിനസ്സിലായാലും, എന്തിനേറെ പറയുന്നു നമ്മളുടെ വ്യക്തി ജീവിതത്തിലായാലും, നമ്മളുടെ കുടുംബാംഗങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, നമ്മളുടെ അയൽക്കാരായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് മേഖലയിലായാലും നിങ്ങൾ ഇടപെടുന്ന മനുഷ്യർ എല്ലാവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹത്തോടെ മാത്രമായിരിക്കില്ല നിങ്ങളോട് പെരുമാറുന്നത്. വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളാണ് എല്ലാ മനുഷ്യരും. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന സ്വഭാവമുണ്ടെങ്കിൽ, പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മളുടെ ആ വൈകാരിക നിയന്ത്രണം നമ്മളുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ശരിയായി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കും. അത് ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും അത് നമുക്ക് വലിയ തിരിച്ചടികൾ സമ്മാനിക്കും. അതുകൊണ്ട് ജീവിത വിജയത്തിന്, നമുക്ക് നല്ല ഒരു വ്യക്തിത്വത്തിന് ഒക്കെ നമുക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് തുല്യനിന്ന സ്തുതിർമൗനി എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ്. അതായത് ആവശ്യമില്ലാതെ എന്തെങ്കിലും കാര്യത്തിന് ആരെങ്കിലും നമ്മളെ പുകഴ്ത്തുകയാണെങ്കിൽ അവരുടെ ചതിക്കുഴിയിൽ നാം പെട്ടുപോകരുത്. കാരണം നമുക്ക് അർഹതപ്പെടാത്ത ഒരു പുകഴ്ത്തലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനകത്ത് നമ്മളുടെ മനസ്സ് സന്തോഷിച്ച് അവരുടെ കയ്യിലേക്ക് ഒരു കളിപ്പാവയായി നാം മാറിപ്പോകരുത്. ആ പുകഴ്ത്തലിനെയും നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അനാവശ്യമായി നമ്മളെ ഒരാൾ വിമർശിച്ചാൽ, നിന്ദിച്ചാൽ, അതിനെയും അതേപോലെ നമുക്ക് ഒരു നിസ്സാര വസ്തുവായിട്ട് കണ്ട് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കണം. അത്തരം ഒരു മാനസികാവസ്ഥയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും അവരുടെ ജീവിത സാഹചര്യങ്ങളോട് തോറ്റുപോകേണ്ടതായി വരില്ല. ഏത് മോശം സാഹചര്യത്തിലും, ഏത് മോശം ആൾക്കാരുടെ ഇടയിലും അവർക്ക് അവരുടെ ശരിയായ കഴിവുകൾ ഉപയോഗിക്കാനും ജീവിത വിജയം നേടാനും സാധിക്കും. ഈ പറഞ്ഞ പോലെ അത്ര ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന ഒരു കഴിവല്ല ഈ വൈകാരിക നിയന്ത്രണം. കാരണം നമുക്ക് ദേഷ്യം വരുന്നതും സങ്കടപ്പെടുന്നതും ഒന്നും തന്നെ നാം മനഃപൂർവ്വം ദേഷ്യപ്പെടണം, സങ്കടപ്പെടണം എന്നൊക്കെ ചിന്തിച്ച് ചെയ്യുന്നതല്ല. അത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ടൊക്കെ സംഭവിക്കുന്നതാണ്. പല വ്യക്തികൾക്കും അത് പലതരത്തിലാണ്. ചില ആൾക്കാരുണ്ട് ഏത് മോശം സാഹചര്യത്തിലും ജന്മസിദ്ധമായിട്ട് തന്നെ കോപത്തെയും സങ്കടത്തെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള മനുഷ്യർ. ചിലർക്കത് നേരെ തിരിച്ചാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവരുടെ കയ്യിൽ നിന്ന് പോകും. അത്തരം സ്വഭാവമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ക്രമേണ പരിശീലനത്തിലൂടെ നിങ്ങളുടെ മനോനിയന്ത്രണം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അങ്ങനെ സാധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ കഴിവ്, ആ കാര്യങ്ങളിൽ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കൂ. പരിശ്രമം ചെയ്താൽ എന്തും നേടാനുള്ള കരുത്ത് എല്ലാ മനുഷ്യർക്കുമുണ്ട്. ആദ്യം ആ തരത്തിലുള്ള നല്ല ഒരു വ്യക്തിത്വമായിട്ട് നമ്മെ പരിവർത്തനപ്പെടുത്താനുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നാം നടത്തുക എന്നുള്ളതാണ് ഈ തരത്തിലുള്ള ഒരു കഴിവ് നേടുവാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത്. നിരന്തരമായ പരിശ്രമത്തിലൂടെ ഏതൊരു വ്യക്തിക്കും അവരുടെ സ്വഭാവത്തിൽ സ്ഥായിയായിട്ടുള്ള ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അത് അവരുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുക തന്നെ ചെയ്യും.